ഒരു ബിസിനസ് കോച്ച് എന്നറിയപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ചേർന്നുകൊണ്ട് ഒരു വലിയ കോൺക്ലേവിന് തയ്യാറെടുക്കുന്നു എന്ന് അറിഞ്ഞു. അത് സാറ് തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കേരളത്തിൽ ഓരോ കോച്ചും ഓരോ ട്രെയിനറും ഓരോ ഐലൻഡായിട്ടാണ്. ഓക്കെ, ഇവർ തമ്മിൽ കണക്റ്റഡ് അല്ല. അതുപോലെ തന്നെ ബാംഗ്ലൂർ ഒത്തിരി ട്രെയിനേഴ്സുണ്ട്, അതുപോലെ ഡൽഹിയിലുണ്ട്, മുംബൈയിലുണ്ട്, കാൽക്കട്ടയുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറ്റുന്ന ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തുകൊണ്ടൊരു ശൃംഖല തന്നെ. അപ്പോൾ ദ ബില്യണയർ മൈൻഡ് സെറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ, BMSUവിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുകയാണ് നമ്മൾ. അപ്പം അതിൻ്റെ ഒരു വൺ ഡേ പ്രോഗ്രാം നമ്മളത് ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി 16-നാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മറ്റു ഭാഷകളിലുള്ള ആൾക്കാരും നമുക്കിപ്പം വരാൻ താല്പര്യമുള്ളവർ അവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റില്ല. ട്രെയിനേഴ്സിന് മാത്രമേ ഉള്ളൂ. ട്രെയിനേഴ്സിനും കോച്ചസിനും അവർക്ക് മാത്രമാണ്. അവർക്ക് ഈ 2025 മുതൽ പുതിയ ഒരുപാട് അജണ്ടാസ് കിട്ടാനും ഒക്കെ ആയിട്ട് ഇവർ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരണം എന്ന ആഗ്രഹമുള്ളവർ, ഞാനൊരു ട്രെയിനറെ ഞാൻ കുറ്റം പറയാറില്ല. ട്രെയിനർമാർ തമ്മിൽ പരസ്പരം സഹകരണം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയില്ല, ഞാൻ എല്ലാവരോടും സഹകരിക്കുന്നുണ്ട്. വരുന്നത് ഏറ്റവും കൂടുതൽ ട്രെയിനേഴ്സിനെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം ഒരു ട്രെയിനർ മറ്റൊരു ട്രെയിനർക്ക് ഒരു പാരയാവില്ലേ? അതങ്ങനെ വരുന്നത്. എനിക്ക് കോമ്പറ്റീഷന് ലോകത്തിലൊറ്റ ആളേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എല്ലാ ദിവസവും പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് കോമ്പറ്റീഷൻ വരുന്നത്? എല്ലാ ദിവസവും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എവിടെ കോമ്പറ്റീഷൻ വരാനാ? ഒരു വിധത്തിലും കോമ്പറ്റീഷൻ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ പ്രൊമോട്ട് ചെയ്യണം, ബാക്കിയുള്ളവരെ സഹകരിക്കണം. ഈ ലോകത്തിൽ എല്ലാവർക്കും അതിനുള്ള സ്പേസ് ഉണ്ട്. തനിച്ച് നടത്തുന്ന വിദ്യാലയമല്ലേ ഇത്തരം ബിസിനസ് കോച്ചുകളുടെ സ്ഥാപനം എന്ന് പറയുന്നത്? അത് ആ ഒരു മോഡൽ അവരുടെ തലയിൽ വീണിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ള മോഡൽ അങ്ങനെയല്ല. അവർ എപ്പോഴും ഒരു ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യുന്ന ഈ 2020 ശേഷമുള്ള ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ എനിക്ക് ദുബൈയിലൊരു ബിസിനസ് വേണമെങ്കിൽ ഞാനവിടെ പോയി ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയല്ല നല്ല വഴി. ദുബൈയിലൊരു ബിസിനസ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇത് സമാനമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. അവരെ കൺവിൻസ് ചെയ്ത് അവരെ നമ്മളെ കൂടെ നിർത്തിയാൽ മതി. അവരും വിന്നേഴ്സായിരിക്കും, നമ്മളും വിന്നേഴ്സായിരിക്കും. നമ്മുടെ ഓപ്പറേഷണൽ സിനാരിയോ നമ്മൾ ലോകം മുഴുവനാക്കണം. ആ ഒരു മെസ്സേജാണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിലുള്ള ലോകത്തിലുള്ള മുഴുവൻ ട്രെയിനേഴ്സിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഏകോപനം സാറ് ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ കോൺക്ലേവ് നടത്തും എന്നാണ് സാർ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ എല്ലാവരും വരുമെന്ന് എനിക്കറിയത്തില്ല. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ ഫെബ്രുവരി 16 ചിലപ്പം ഒഴിവുണ്ടാവില്ല. അവർ നേരത്തെ എടുത്തിട്ടുള്ള ട്രെയിനിങ്സ് ഉണ്ടാവും. ചിലരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ അപ്പോൾ അത് വലിയ കാര്യമാക്കില്ല. പക്ഷേ എന്താണ്, ചിന്തിക്കുന്ന ആൾക്കാർക്ക്, വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും സഹകരിക്കണം. ഇപ്പം ഈ ആക്ച്വലി എന്നെ കഴിഞ്ഞ് നല്ല ട്രെയിനേഴ്സ് കേരളത്തിലുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിസിബിൾ ആകുന്നില്ലാത്തത് കൊണ്ടാണ്, അതിലെ അവരെ കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ നമ്മളെപ്പോഴും നമ്മളെ കഴിഞ്ഞും കഴിവുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുവാണ് നമ്മളുടെ കരിയറിൽ ഒരുപാട് ഉയരുന്നത്. അങ്ങനെ നല്ല വളർച്ചയ്ക്ക് വേണ്ടി തന്നെ നോക്കുക. നല്ല വളർച്ചയുടെ തുടക്കമായിരിക്കും ഫെബ്രുവരി 16. അപ്പോൾ ഞാനതൊരു പല ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കേരളത്തിലെ നല്ല ട്രെയിനേഴ്സിനെ കുറിച്ചൊരു ഫീച്ചറൊക്കെ ഒരു മാഗസിനും കൂടെ ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതുകൂടെ ഉള്ളപ്പോഴത്തേക്ക് അവർക്കൊരു വിസിബിലിറ്റി വരാനും പറ്റുമെങ്കിൽ നല്ല ട്രെയിനേഴ്സിന് കുറച്ചെങ്കിലും അവാർഡെങ്കിലും കൊടുക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഫുള്ളി ഓർഗനൈസ് ചെയ്തില്ല, കാരണം എൻ്റെ മെയിൻ ജോലി ഇതല്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ മറ്റുള്ള ട്രെയിനേഴ്സിനും കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുക, അവരും വളർന്നു വരട്ടെ. എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് സ്റ്റേറ്റുകളിലുള്ള കഴിഞ്ഞൊക്കെ കൂടുതൽ ട്രെയിനേഴ്സ് കേരളത്തിലാണ്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള കഴിഞ്ഞ് വളരെ കൂടുതൽ ട്രെയിനേഴ്സ് കേരളത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോൾ തന്നെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ലോട്ടറി വിൽക്കുന്നവരോടൊപ്പമാണ് ബിസിനസ് കോച്ചുമാർ. അത്രയധികം ബിസിനസ് കോച്ചുമാരുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന ഒരു ട്രോള് പോലും. അല്ല, അതിനെന്താണെന്ന് ചോദിച്ചാലേ, ഇപ്പോൾ ഒത്തിരി പേര് ബിസിനസ് കോച്ചും ബിസിനസ് ട്രെയിനേഴ്സും വന്നിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അവർക്കൊന്നൊരു വെളിപാടുണ്ടാകും, ഞാൻ കുറച്ചുകൂടെ കൂടുതൽ പഠിക്കണം.
കുറച്ചുകൂടെ കൂടുതൽ റീസെർച്ച് ചെയ്യണം, എനിക്ക് എനിക്കും മെൻറ്റർ വേണം. ഇപ്പോൾ ഈവൻ ടുഡേ ഞാൻ 30 വർഷത്തിൽ കൂടുതലായി ഞാൻ ട്രെയിനിങ് എടുക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് മെൻറ്ററുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മിസ്റ്റേക്കുകൾ പറഞ്ഞു തരാൻ, എന്നെ വഴിതിരിച്ച് വിടാൻ എനിക്കിപ്പോഴും മെൻറ്ററുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ കോച്ചിങ് എനിക്കുണ്ടായിരുന്ന കഴിഞ്ഞ വർഷം വരെ കോച്ചിങ് ഞാൻ എബ്രോഡിൽ നിന്ന് കോച്ചിങ് എടുത്ത് ഡോളറിൽ പേ ചെയ്ത് ഞാൻ കോച്ചിങ് എടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിജയം എനിക്കുണ്ട്. പക്ഷേ നമ്മളത് മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. അപ്പം ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഒരുപാട് പേര് വരട്ടെ, അതിൽ നിന്ന് ഏറ്റവും നല്ല അപ്പോൾ സമൂഹത്തിനാണ് അതുകൊണ്ടുള്ള നേട്ടം. ഏറ്റവും നല്ല ആൾക്കാരെ, ഏറ്റവും കഴിവുള്ളവരെ, അവരുടെ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ പറ്റുന്ന, അവരെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് എന്നൊക്കെ ചിലപ്പോൾ ഒരു പോയിൻ്റ് കിട്ടി, ചിലപ്പോൾ അത് വെച്ചിട്ട് ചില ക്ലയൻ്റ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മുന്നേറിപ്പോവും. തീർച്ചയായും. ഈ അതുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ ഞാൻ എപ്പോഴും വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ സ്വയം വിജയിക്കുന്ന കഴിഞ്ഞും വലുതാണ് 10 പേരെങ്കിലും വിജയിപ്പിക്കാനായിട്ട് നമ്മൾ. ഇപ്പോൾ ഈ ആക്ച്വലി നമ്മൾ എത്ര പണം ഉണ്ടാക്കി എന്നുള്ളതോ നമ്മുടെ ഈഗോ എത്രമാത്രം വലുതായെന്നുള്ളതോ ഒന്നുമല്ല ലാസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ. എത്ര പേരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ആരോടും ഇത് പറയാതെ തന്നെ എൻ്റെ ക്ലാസ്സിൽ വന്ന് പഠിച്ച് വലിയ സ്ഥാപനങ്ങളായി തീർന്ന അതിനെ നോക്കി നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത് വന്ന് ട്രെയിനറായി അവർ വളരെ വലിയ രീതിയിൽ ട്രെയിനിങ് എടുക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്. അതാണ് എൻ്റെ റിയലി റിവാർഡെന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വലിയ കയ്യടി അവർക്ക് നൽകുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും. കാരണം ഞാനൊരിക്കലും അവരുമായിട്ട് കമ്പയർ ചെയ്യാറില്ല. അവരൊക്കെ യുണീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസരങ്ങൾ അവർക്ക് കൂടുതൽ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവരുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം അവർക്ക് അവസരങ്ങൾ കൂടുതൽ കൊടുക്കുക എന്നുള്ളത്. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ട്രെയിനേഴ്സ്, ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളവർ മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള ട്രെയിനേഴ്സും മുന്നോട്ട് വരട്ടെ, വരുന്നവർ. തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.